Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ റെസ്ലിംഗ് ഇവൻറ്റ്സിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇനിയിപ്പോൾ രണ്ടാഴ്ചയും കൊണ്ടുള്ള റെസ്ൽമേനിയ ഒഫീഷ്യലി. ഈ വീക്കിലെ റോ, സ്മാക്ഡൗൺ, NXT നല്ലൊരു ഇത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കുറച്ചധികം കണക്ഷൻസ് വരുന്നു. ഇപ്പോൾ റെസ്ൽമേനിയായിട്ടുള്ള കണക്ഷൻസ് എല്ലാം അവർ ഈവൻ റെസ്ൽമേനിയയും ഇൻക്ലൂഡിങ് സ്റ്റാൻഡ് ആൻഡ് ഡെലിവറിൻ്റെയും ഓരോ മാച്ചസ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഇപ്പം തന്നെ. അപ്പം നല്ല രീതിയിൽ ഉള്ള നല്ല കുറച്ച് സെഗ്മെന്റുകൾ ഉണ്ടായിരുന്നു. എടുത്തു പറയാൻ ഈ വീക്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് വീക്കുകളായിട്ട് പറയുന്നുണ്ടായിരുന്നു ആരായിരിക്കും മിസ്റ്ററി കോളർ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം മിസ്റ്ററി കോളറിനെ റിവീലാക്കി പാറ്റ് മാക്കഫെ ആണ് റാൻഡി ഓർട്ടന്റെ മിസ്റ്ററി കോളർ എന്നുള്ള ഒരു ഇത് നമുക്ക് മനസ്സിലായി ലാസ്റ്റ് സ്മാക്ക് ഡൗണിൽ. അതൊരു ഇത് തന്നെയായിരുന്നു. അതെ, പക്ഷെ അതിനകത്ത് ഏറ്റവും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. കാരണം പാറ്റ് മാക്കഫെ എന്നുള്ള ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരുന്ന ജെയിൻ മാക്മാനോ. കാരണം റെസ്ലിംഗ് ഹാസ് മോർ ദാൻ വൺ റോയൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഈ പാറ്റ് മാക്കഫെ എന്നെ കാണിക്കാനായിട്ട് കയറി ഇതിനിടയ്ക്കോട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് തോന്നുന്നു. ചിലപ്പോൾ ഒരു സ്വേർവായിരിക്കാം, അറിയത്തില്ല. ഇപ്പം റെസ്ൽമേനിയയിൽ ആളെ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും, അറിയത്തില്ല. കാരണം അത് സെൻസേ ഇല്ല, ഡസന്റ് മേക്ക് എനി സെൻസ്. പാറ്റ് മാക്കഫിയെ മിസ്റ്ററി കോളറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതെന്തിനാ? ഇപ്പം റൂമർ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ടീക്കയുടെ കോളായിരുന്നു പാറ്റ് മാക്കഫിയെ കൊണ്ടുവരാന്നുള്ളത് ഒന്ന്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവര് സൈൻ ചെയ്യാൻ, അല്ലെ ഇവര് കൊണ്ടുവരാനിരുന്ന ആളുടെ ഡീല് ഫെൽ ത്രൂ ആയിപ്പോയി. അവസാന നിമിഷം അത് ശരിയായില്ല. അത് കാരണമാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു മേക്ക് ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ പാറ്റ് മാക്കഫി വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല, റോക്കിന്റെ ബെൽറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് റോക്കിന്റെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അറിയത്തില്ല, ഇപ്പൊ അത് ബാക്കി അതായിരിക്കും റോക്കായിരിക്കും അവരുടെ മെയിൻ എന്നുള്ള രീതി. ഫൈനൽ ബോസ് വരും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കണക്ട് ചെയ്യായിരിക്കും. എന്നുള്ള ഇത് അലമ്പായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പാറ്റ് മാക്കഫിനകത്ത് ഇറക്കിക്കൊണ്ട് വരേണ്ട. കാരണം ഒരു ഹിസ്റ്ററിയും വലിയതായിട്ട് പറയാനൊന്നുമില്ല. അളിയനെ പിടിച്ച് അതിനകത്ത് കയറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇതായി പോയി. പിന്നെ അതുമല്ല, അവൻ വന്നിട്ട് ആണെങ്കിൽ റാൻഡിയെ സൈഡ് ആക്കിയ രീതിയിലായി പോയി. പിന്നെ ഒരു ഇതൊന്നുമില്ല, അവരെ ബോഡി അറ്റാക്ക് ചെയ്യുന്നു, അത്ര ഒരു ഇത് നടക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു പറഞ്ഞതിനകത്താണെങ്കിലും സ്റ്റോൺ കോൾഡിന്റെ കുറച്ച് പ്രോമോ രീതിയിലുള്ള ഒരു ഏതാണ്ട് ഇത് പറയുകയും ചെയ്തു. അല്ലാതെ പ്രത്യേകിച്ച് അതൊരു ബ്രേക്ക് ത്രൂ സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല. നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ വെറുതെ ആയിപ്പോയി എന്ന് പറയാം. ഹോപ്പ്ഫുള്ളി റെസ്ൽമേനിയയിൽ അവർ എന്തെങ്കിലും പ്ലാൻ ഇടുമായിരിക്കാം. അങ്ങനെ നടന്നാ നന്നാ, അല്ല പിന്നെ അലമ്പായി പോകും. അതെ തീർച്ചയായിട്ടും. പിന്നെ കോഡി റോഡ്സിന്റെയും സ്റ്റെഫനിയുടെ ഒരു ഇതുണ്ടായിരുന്നു, സ്റ്റെഫനി മെക്മാന്റെയും ഒരു അന്നേരം നമ്മൾ ഓർത്ത് ശരിക്കും ഷെയ്ൻ ആയിരിക്കും എന്നുള്ള ഒരു അല്ലേ. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം സ്റ്റെഫനി വന്നു, ഓക്കെ ഇതിനകത്ത് എന്തോ കളിയുണ്ട്, അവസാനം ഷെയ്ൻ വന്നുള്ള കളിക്കാനാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതെ എന്തോ ആ ഒരു സംഗതി നമുക്ക് നല്ലപോലെ പുഷ് വന്നിട്ട് മറ്റേ മേളിയും താഴെ ഇട്ട പോലെ ആയിപ്പോയി അല്ലേ. ആ മൺഡേ നൈറ്റ് റോ കഴിഞ്ഞിട്ട് സ്മാക്ക് ഡൗണിലൂടെ നമ്മളെല്ലാം ആക്ച്വലി അത് ഇങ്ങനെ റിവീൽ ചെയ്യാനായിരുന്നാലും പിന്നെ ഇപ്പം രണ്ടാഴ്ചക്ക് മുമ്പ് റെസ്ൽമേനിയ 2 ആഴ്ച മുമ്പ് പിന്നെ റിവീൽ ചെയ്യേണ്ട കാര്യമൊന്നും. കാരണം റെസ്ൽമേനിയ വരെ കൊണ്ടുപോയിട്ടെ റെസ്ൽമേനിയയിൽ ആള് വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നമുക്ക് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് റെസ്ൽമേനിയ കാണാനേലും ഒരു ചൂടുണ്ടാകും. ഇതും ഒരുമാതിരി ബാക്കി നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ വരുന്ന 2 ആഴ്ചകളിൽ നമുക്ക് കാണാം റെസ്ൽമേനിയായിട്ട് ഇത് എങ്ങനെ അവരെത്തിക്കും എന്നുള്ളത്. അതെ തീർച്ചയായിട്ടും. ഇപ്പം റാൻഡി ഓർട്ടനും പക്ഷേ റാൻഡി ഓർട്ടന് കോഡി അറ്റാക്ക് ചെയ്തു. റാൻഡി ഓർട്ടനും പാറ്റ് മാക്കഫിയും കൂടെ കോഡി അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗണിലെ സെഗ്മെന്റ്. പിന്നെ നമുക്ക് അടുത്ത ഇത് പറയാനുള്ളതെന്ന് വെച്ചാല് വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ദി വിഷൻ ലോഗൻ പോളും ഓസ്റ്റിൻ തിയറി ദി ഉസോയേഴ്സിനെ പരാജയപ്പെടുത്തി. അതൊരു നൈസായിട്ട് അത് ഇതായിരുന്നു. അതിനകത്ത് നമ്മുടെ ഐഷോ സ്പീഡ് ഉണ്ടായിരുന്നു. ഐഷോ സ്പീഡിന്റെ ഒരു മൈനർ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. മൈനർ ഒന്നും പറയാൻ മേല, ഒരു ഇൻവോളണ്ടറി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ. അതെ, അത് പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ ഇപ്പം എല്ലാ വിഷന്റെ മെമ്പേഴ്സ് ആണെങ്കിലും ആൾക്കാർ അവൈലബിൾ അല്ല. അപ്പം ഐഷോ സ്പീഡിനെ ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പം എല്ലാ നൈറ്റിനും ഒരു എന്തെങ്കിലും സ്പോട്ട് വേണമല്ലോ റെസ്ൽമേനിയയിൽ. അതിനും കൂടെ ഒരു രീതിയിലാണ് ഇപ്പം അത് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഐഷോ സ്പീഡിന്റെ അത് കഴിഞ്ഞുള്ള സ്ട്രീമിൽ എല്ലാ നൈറ്റും ഒന്ന് ഐഷോ സ്പീഡിനെ എടുത്തിട്ട് പുതുക്കിയായിരുന്നു. അപ്പം എല്ലാം കൂടെ കണക്ട് ചെയ്ത് ചിലപ്പോൾ അങ്ങനെ ഒരു മാച്ച് ഇൻവോൾവ് ചെയ്യുമായിരിക്കും. സിഗ്മാൻ ടാഗ് ടീം മാച്ച് ആയിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. കാരണം ഇപ്പം ആ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇനിയും ഡിഫെൻഡ് ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം 2 മാച്ചിന് അവർ പോവോ? എല്ലാ നൈറ്റും കൂടെ ഒരു 3 കൂടെ ഒരുമിച്ച് ഐഷോ സ്പീഡുമായിട്ട് എല്ലാ നൈറ്റ് പോകുമ്പോഴത്തേന്
ഐശ്വര്യ നല്ല ഒരു അത്ലറ്റ് ആണ്, പക്ഷെ എന്നാലും അത്രയും ഒരു 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 ഫുൾ മാച്ച് റെസ്ൽമേനിയെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഇത് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഒരു 6 man ടാഗ് ആയിട്ടായിരിക്കും പോകുന്നത്. അതെ, ഒരു അത് അവർ സെലിബ്രിറ്റി. പറയുന്നുണ്ടല്ലോ, വിഷന്റെ ഹെൽപ്പ് വേണം. അതെ അതെ, ഒരു സെലിബ്രിറ്റി അട്രാക്ഷനും ആയിക്കോളും, അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇനിയും അതെ അതെ പോകുന്നത്. ഇപ്പം ഇപ്രാവശ്യത്തെ റെസൽമേനിയുടെ ഏറ്റവും വലിയ കുഴപ്പം അതാ, എല്ലാവരും ഇഞ്ചേർഡായി, എല്ലാവർക്കും പണി കിട്ടി. അപ്പം അത് കാരണം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ അവർക്ക് പ്ലാൻ മാറ്റേണ്ടി വന്നത്. ഇപ്പം ഈ പ്ലാൻ മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ സെത്ത് റോളിൻസും ഫ്യൂഡ് പോലും അവർക്ക് അത് ഉൾട്ടാക്കേണ്ട വന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. കാരണം അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുന്തർ എനിക്കൊന്ന് റെയ് മിസ്റ്റീരിയോ ആയിട്ടുള്ള മാച്ചായിരുന്നു റെസൽമേനിയ പ്ലാൻ ചെയ്തിരുന്നത്, സെത്ത് ബ്രേക്കർ. അപ്പോൾ ഇത് രണ്ട് റെയ് മിസ്റ്റീരിയോ അവിടെ ഇഞ്ചേർഡ്, അങ്ങനെ വന്നപ്പോഴത്തേനും അവർക്ക് പ്ലാൻ മാറ്റേണ്ട വന്നു. അത് കാരണമാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് സെത്തിനെ ഗുന്തർ അറ്റാക്ക് ചെയ്ത് റെസൽമേനിയയിൽ അതിലോട്ട് ചൂണ്ടി ഇങ്ങനെ ഒരു ഇതിലോട്ട് ടീസ് ചെയ്തിരിക്കുന്നു. അതെ, അതിപ്പോ ആർക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആക്ച്വലി നമ്മുടെ ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ സ്കൂളിൽ എഴുതിയിരിക്കുന്ന പോലെ മിച്ചം വന്ന് രണ്ടും കൂടെ കണക്ട് ചെയ്ത്. അതെ, അതൊരു ഒരു ഇതില്ലാത്ത രീതിയിലായിപ്പോയി. ഗന്തർ എങ്ങനെ പോയാലും വിഷയമായിട്ടോ അല്ലെങ്കിൽ പോൾ ഹേമനുമായിട്ടോ ഒരു ഇതും ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പം എങ്ങനെ ഗന്തർ ആ ഇക്വേഷനിൽ വന്നു എന്നുള്ള ഒരു ഇത് നമുക്ക് ഇതാണ്. ചുമ്മാ ഒരു മാച്ച് അത്രേ ഉള്ളൂ, നടക്കാൻ പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ കുഴപ്പം. ഗന്തർ അടിപൊളി, അവന്റെ ഈ ഹിസ്റ്ററി അല്ല, അവനിപ്പോ പോകുന്ന റണ്ണ് നല്ല റണ്ണാ, അവനെ തോപ്പിക്കാൻ പറ്റുമോ അതുമില്ല. സെത്ത് റിട്ടാണ്, സെത്ത് പരിക്ക് കഴിഞ്ഞ് ഫേസ് ആയിട്ട് വരുന്ന റിട്ടാണ്. അപ്പൊ അവനെ തോപ്പിച്ച എങ്ങനെയാ ശരിയാവുന്നത്? അങ്ങനെ ഒരു ഡൈലാമല്ല ശരിക്കും. എങ്ങനെ ആവുമെന്ന് ആർക്കറിയാം. രണ്ടുപേരും തോറ്റു കഴിഞ്ഞാൽ അതൊരു രണ്ടുപേരുടെ സ്റ്റോക്ക് ഇടിയുന്ന പരിപാടിയാണ്. കാരണം സെത്തിന്റെ റിട്ടേൺ വെറുതെ അലമ്പായി പോകും റെസൽമേനിയയിൽ. ഗന്തറിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ, അല്ല പിന്നെ ഗന്തർ എങ്ങനെയാണോ എനിക്കറിയത്തില്ല, അങ്ങനെ ഈ ഫ്യൂഡ് അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം പറയുന്ന കേട്ടത് ബ്രോൺ ബ്രേക്കർ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ്, അറിയത്തില്ല അത് ഒഫീഷ്യലി റെസൽമേനിയയിലോട്ട് അവൻ ക്ലിയർ ആവുമോ എന്നറിയത്തില്ല. നൈറ്റ് ആഫ്റ്റർ റെസൽമേനിയ ഇനിയും ഒരു എന്നാലുള്ള റെസൽമേനിയ കഴിഞ്ഞ് സെഗ്മെന്റ്സ് വേണമല്ലോ, തുടങ്ങണമല്ലോ. അപ്പം അതിൻ്റെ പുതിയ ഫ്യൂഡ് കിക്ക് ഓഫ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ അതുവരെ അവർ വെയിറ്റ് ചെയ്യായിരിക്കും. കാരണം ഇപ്പം ഏകദേശം കാർഡെല്ലാം കിക്കായിട്ടുണ്ട്. അതെ അതെ. പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് ചിലപ്പം ചെറിയൊരു ഇതായിരിക്കും സംഗതി വന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ബ്രേക്കർ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്ത് ചിലപ്പം ഗന്തർ വിക്ടറീസ് ആവുന്നതായിരിക്കാം അവരുടെ ഒരു സെഗ്മെന്റ് മിക്കവാറും മോസ്റ്റ് ലൈക്ലി. അതാണ് ഇപ്പൊ പറ്റുന്ന ഒരു വയബിൾ ഓപ്ഷൻ. അതെ അതെ, അതാണ് ശരിയാണ്. പിന്നെ നമുക്ക് അടുത്തത് എന്ന് പറഞ്ഞാൽ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു അല്ലേ, നമ്മള് കോഫി. പിന്നെ ആ മാച്ച് കഴിഞ്ഞ് അതിന്റെ നല്ല മാച്ചായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിരുന്നു. അതിനകത്ത് പ്രതീക്ഷിച്ച പോലെ തന്നെ പെന്റെ ജയിച്ചു. അത് കഴിഞ്ഞ് പെന്റെ അതിനകത്ത് നമ്മൾ ഈയിടെ പറഞ്ഞ പോലെ തന്നെ റെസൽമേനിയയിൽ എങ്ങനെയും ഒരു ലാഡർ മാച്ച് അത്യാവശ്യമാണെന്ന് പറഞ്ഞതാണ്. അപ്പം അത് പെന്റെ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ലാഡർ മാച്ച് വേണമെന്നുള്ള രീതിയിൽ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന് 5-way ലാഡർ ആണെന്നാണ് കേൾക്കുന്നത്. അപ്പം നമുക്ക് അതിൽ കൂടുതലാകാൻ വകുപ്പുണ്ടെന്ന് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ലാഡർ മാച്ചിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണ് അവർ ഡിറ്റർമൈൻ ചെയ്തതെന്നുള്ളത് ഈ മെയിൻ ഇവന്റിനകത്തെ മാച്ചിന്റെ വിക്ടറീസ് ആയ ആൾക്കാർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നതെന്നും അല്ലേ? അതെ. അപ്പം അതായത് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇപ്പം ഓൾറെഡി ഡ്രാഗൺ ലീ, JD മക്ഡോണ, ജവാൻ എവൻസ്. അത് നൈസായിരിക്കും, അത് നല്ല മാച്ചൊക്കെ തന്നെ. അതിനകത്ത് അത് നമുക്കൊന്നും പറയാനില്ല, അത് നൈസ് സെറ്റപ്പ് ആയിരിക്കും. അതെ. പിന്നെ നമുക്ക് അതൊരു നല്ല ഇതാണ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ. കഴിഞ്ഞ 2013 തോന്നുന്നു നമ്മുടെ ഡാനിയൽ ബ്രൈന്റെ, അത് കഴിഞ്ഞിട്ട് ഡാനിയൽ ബ്രൈൻ ചാമ്പ്യൻ ആയിരുന്നപ്പോഴത്തേന് സ്റ്റാക്ക് റൈഡർ എടുത്ത് മാറ്റ് ഗാർലോണ ഇപ്പം ചാമ്പ്യൻഷിപ്പ്. അതൊരു നല്ല ഇതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമല്ലേ അതോ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിൽ വിക്ടോറിയസ് ആയത്. അത് നൈസാണ്. നമ്മൾ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ് എപ്പോഴും ലാഡർ മാച്ച്. അതൊരു റെസൽമേനിയ സെറ്റപ്പ് തന്നെയാണ് അല്ലേ? അതൊരു ശരിക്കും പറഞ്ഞ റെസൽമേനിയയുടെ മെയിൻ ഇവന്റ് എന്ന് വേണം പറയാം. ആ മാച്ച് ഇവന്മാർ ഇൻവോൾവ് ആയിരിക്കുന്നവന്മാരെല്ലാം അടിപൊളി ആൾക്കാരാണ്. കാരണം JD മക്ഡോണ അടിപൊളി പെർഫോമറാണ്. ഇപ്പൊ ജവാൻ എവൻസ് കയറി വരുന്ന ഒരു നല്ല പെർഫോമറാണ്. ഡ്രാഗൺ ലീ നല്ലതാണ്. പിന്നെ എന്നാ പറയുന്നത്, റുസേവ് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഹൈ ഫ്ലയർ സെറ്റപ്പ് ഇല്ലാത്തൊരു മാച്ച്. പക്ഷെ എന്നാലും അവന്റെ ഗ്രൗണ്ട് ഗെയിം നൈസാണ്.
അത് നമുക്ക് ആരായിരിക്കും വിക്ടോറിയസ് ആണെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രോക്ക് ലെസ്നറിന്റെയും ഒബാഫെമിയുടെ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഫ്യൂ വീക്സ് ആയിട്ട് നമ്മൾ അതിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു ആക്ച്വലി. ഒബാഫെമിയും അല്ല, ബ്രോക്ക് വന്ന് റിങ്ങിൽ നിന്ന് ആക്ച്വലി ഒബ വന്നാണ്ട് ഒരു ഇതുമില്ല, നേരെ ബ്രോക്കിന്റെ കണ്ണിൽ നോക്കി മൂവ് ചെയ്യുമായിരുന്നു. വന്നവരെ എല്ലാരും ഇടിച്ച് പപ്പടമാക്കി. ഫ്രണ്ടിൽ വന്ന നമ്മുടെ ജനറൽ മാനേജറിനെ എടുത്ത് ദൂരെ കളഞ്ഞു. പുള്ളി മൈൻഡ് പോലും നോക്കിയില്ല. അങ്ങനെ അല്ലേ, മൈൻഡ് പോലും ബ്രോക്കിൽ തന്നെ കണ്ണ് ഉടക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നൈസായിട്ട് അത് ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു ആക്ച്വലി. അത് നല്ലൊരു പ്രതീക്ഷിക്കാം. കാരണം ഇപ്പം നെക്സ്റ്റ് ബിഗ് തിങ് ആകുക. അപ്പം അതിൻ്റെതായ നല്ല രീതിയിൽ ഇപ്പം ബ്രോക്കിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ബ്രോക്ക് സെല്ല് ചെയ്യും. ബ്രോക്ക് തന്നെ ഇപ്പോൾ ഒബാഫെമിയെ അങ്ങനെ തന്നെയാണ് ബ്രോക്ക് കാണുന്നത്. ഓക്കെ, ഹീസ് എ നെക്സ്റ്റ് ബിഗ് തിങ്. ഇപ്പം ബ്രോക്കിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണാം. ബ്രോക്ക് ഒബാഫെമി അവനിട്ട് കൊടുക്കുന്നതിനെല്ലാം നല്ല രീതിയിൽ സെല്ല് ചെയ്യും. അതുകൊണ്ട് അതൊരു $1 million, ഒബാഫെമി ഒരു $1 million ആയിപ്പം. അത് ബ്രോക്കിനും അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം അവന് കൊടുക്കുന്ന ഇടിയല്ല അവൻ സെല്ല് ചെയ്യുന്നു, അവൻ മേടിക്കുന്നു, ഭയങ്കര പവറാണെന്നുള്ള രീതിയിലൊക്കെയുള്ള അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ അതൊക്കെയാണ് ഒരു സ്റ്റാർ ആക്കുന്നത്. നമ്മൾ പ്രോ റെസ്ലിങ്ങിനകത്തെ ഒരു എന്നാ പറയുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ സെല്ല് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ബ്രോക്കിൻ്റെ ആ ഒരു പെർഫോമൻസ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കോൺട്രാക്ട് സൈനിങ് ഉണ്ടായിരുന്നു. ടോണി ഡിയാഞ്ചലോ, ഈതൻ പേജ്, ജോ ഹെൻറി, റിക്കി സെയിൻസ്. അതൊരു നൈസ് ഒരു സെഗ്മെന്റ് തന്നെയായിരുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതെ, സംഗതി ഒരു സീരിയസ് ആണെന്ന് വെച്ചാൽ സീരിയസ് ആണ്. പ്രത്യേകിച്ച് ടോണി ഡിയാഞ്ചലോടെ വരുമ്പോഴത്തേനും ഒരു സീരിയസ് ആയിട്ട് തോന്നുന്നു. ബാക്കി ഈവൻ റിക്കി സൈൻസിന്റെ, ഈതൻ പേജിന്റെ ആ ഒരു ടാഗ് ടീം, അവരാണെങ്കിൽ ആ ഒരു പിടിച്ചു നിൽക്കുന്ന ആ ഒരു വൈബ് അടിപൊളിയായിരുന്നു അല്ലേ? അതെ, അത് കൊള്ളാം. അതൊരു ഒത്തിരി നാള് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുന്നതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരിടയ്ക്ക് നമ്മൾ DXും ജോൺസീനെ ആയിട്ടുണ്ടായിരുന്ന അതെ, ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് പോയപ്പോഴത്തേന് നമ്മള് ആ ഒരു വൈബ് തന്നെയായിട്ട് എനിക്ക് തോന്നി. ആ എൻറ്റയർ ആ ഒരു സെഗ്മെന്റ് നൈസായിരുന്നു. അവർക്ക് നല്ലൊരു ഇതുണ്ട്. അവന്മാരെന്തായിരിക്കും അത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഇനിയും എന്താന്നുള്ളത് കണ്ടറിയാം. പക്ഷേ അതുപോലെ NXTയുടെ റെസ്ൽമേനിയാണ് ഈ സ്റ്റാൻഡേർഡിലോ, പണ്ടത്തെ ടേക്ക് ഓവർ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിലോ. അപ്പം അവരെന്നാളും ആ ഒരു സീസൺ കഴിയുമ്പോഴത്തേനും അടുത്ത ഫ്യൂഡ്, അടുത്ത ആയിരിക്കും മിക്കവാറും. അപ്പം അതിനനുസരിച്ചായിരിക്കും അവരത് നീക്കാൻ പോകുന്നത്. കാരണം ജോ ഹെൻറി ഒത്തിരി നാളെ എനിക്ക് തോന്നുന്നില്ല NXT നിർത്തുള്ളൂ. കാരണം അവന് മെയിൻ റോസ്റ്റർ മണിയാണ് ഇപ്പം അവനെ സൈൻ ചെയ്തിരിക്കുന്ന പോലും. അപ്പോൾ അവന് NXT നിർത്തിയോണ്ട് വലിയ കാര്യമൊന്നും എല്ലായിടത്തും പറയുകയാണ്. അപ്പോൾ അവനെ മെയിനായിട്ട് മെയിൻ റോസ്റ്ററിലോട്ട് കൊണ്ടുപോയേ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡേർഡ് ഡെലിവറി കഴിയുമ്പോൾ തന്നെ മിക്കവാറും ജോ ഹെൻറി മെയിൻ റോസ്റ്ററിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഒരു പുതിയ ചാമ്പ്യൻ, ഇപ്പം ഈതൻ പേജിൻ്റെയും റിക്കി സെയിൽസിൻ്റെയും ഡൈനാമിക്സ് ഇരിക്കുന്ന ഒരു ടാഗ് ടീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ഷൻ്റെ ഭാഗമാവോ അങ്ങനെയുള്ള ആവുമായിരിക്കും. ടോണി ഡിയാഞ്ചലോ വേണേൽ ഒരു ചാമ്പ്യൻ കുറച്ച് നാളത്തിന് NXT ചാമ്പ്യൻ ആകാനും ഈ ഒരു എന്നാ പറയുന്നത്, ഈ ഒരു സ്റ്റോറി ലൈൻ വേണേൽ അങ്ങനെ അവർക്ക് എൻഡ് ചെയ്യാം. അതെ, അത് നൈസ് ആയിരിക്കും. അങ്ങനെ അതൊരു നല്ലൊരു എൻഡിങ് തന്നെയായിരിക്കും അങ്ങനെയാണ് ആയിരുന്നെങ്കിൽ. അപ്പോൾ ടാഗ് ടീമിന്റെ ഇത് പറഞ്ഞപ്പോഴത്തേനാണ് ആക്ച്വലി ടാഗ് ടീം ടൂർണമെന്റിനകത്ത് ബർത്ത് റൈറ്റിനെ തോൽപ്പിച്ച് ലോസ് അമേരിക്കാനോസ് ആണ് ടാഗ് ടീം ചാമ്പ്യൻ, ചാമ്പ്യൻഷിപ്പിൽ നമ്പർ 1 കണ്ടൻഡർ ആയിരിക്കുന്നത്. പിന്നെ അതും ഇതുപോലെ നല്ല ഇപ്പം അവര് എന്നാ പറയുക, റോയില് ചതിയന്മാരും ബാക്കിയുള്ളടത്ത് ഫേസുമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അത് അവർക്കുള്ള സപ്പോർട്ട് ഭയങ്കരമാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ മിക്കവാറും ഉടനെ ഫേസ് ആകാൻ ചാൻസ് ഉണ്ട്. അതെ, റോയിൽ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ബാക്കി ഇപ്പൊ അവിടെ നമ്മുടെ മെയിൻ ആൾക്കാരാണ് അല്ലേ. അത് മീൻസ് രണ്ടുപേരും ഫോർമർ UK NXT ചാമ്പ്യൻസും ആണ് അല്ലേ. പിന്നെ അവരുടെ ആ ഒരു സ്റ്റൈലേ അവർ മാറ്റി, എന്നിട്ട് ഇപ്പൊ അത് പക്ക സെറ്റപ്പ് ആക്കി. അത് അമ്മമാരുടെ ആ ഒരു ഇതിലോട്ട് മാറ്റിക്കാനും ഡെഡിക്കേഷൻ, പിന്നെ അത് ആ സ്റ്റൈല് മാറ്റി അമ്മമാര് ഇച്ചിരി തമാശ കളിക്കാനും ഒക്കെ അമ്മമാർക്ക് അതിന് പറ്റി. അതമാര് വർക്കൗട്ട് ചെയ്തെടുത്ത് തന്നെയാണ്. അതെ, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പീറ്റണിന്റെ ഒരു ക്യാരക്ടറേ അല്ല അത്. എൻറ്റയർ ക്യാരക്ടറേ അല്ല. പീറ്റണിന്റെ ക്യാരക്ടർ ഗന്ധറിന്റെ സെയിം സാധനം തന്നെയാണ് അല്ലേ. പിന്നെ പീറ്റൺ അങ്ങനെ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഡെലിവറിൽ ജോണി ഗാർഗാനോ വേഴ്സസ് ഇവന് മൈൽസ് ബോൺ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അത് നല്ല പ്രോമോ കട്ട് ചെയ്തായിരുന്നു. മൈൽസ് ബോണിനോട് പറഞ്ഞു, നീ ജോണി റെസ്ലിംഗ് വരാതിരിക്കാൻ, അല്ല ജോണി ടേക്ക് ഓവർ വരാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചു. അവൻ വന്നു കഴിഞ്ഞാൽ നിനക്കും
നിനക്കും അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു നല്ലൊരു പ്രോമോ ആയിരുന്നു. അത് പഴയ ജോണി ഗാർഗാനോ ആരാണെന്നുള്ളതൊന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളൊരു പ്രോമോ. അത് നൈസാണ്. കാരണം ജോണി ഗാർഗാനോയ്ക്ക് അത് അത്യാവശ്യമായിരുന്നു. അവന് എന്നതാ ഇനി ജോണി ഗാർഗാനോ മെയിൻ റോസ്റ്ററിൽ ചെയ്യേണ്ട എന്നുള്ള ഒരു വിവരവും ആർക്കും ഇല്ല. ഇപ്പം ട്രിപ്പിൾ എച്ചിനാണെങ്കിൽ പോലും ട്രിപ്പിൾ എച്ചിന് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തികളായിരുന്നു ഗാർഗാനോയും ചാമ്പ പോയി. ഇനിയിപ്പോൾ ഗാർഗാനോയെ അവർ എന്നാ ചെയ്യുന്നു? കാരണം ഈ പറയുന്ന പോലെ ഗാർഗാനോ വലിയ വലിപ്പമുള്ള ഒരാളൊന്നുമല്ല. അപ്പം അവനാകെ അങ്ങ് ഇതായി കിടക്കുമായിരുന്നു. ഹോപ്പ്ഫുള്ളി ഇതൊരു അവൻ്റെ ആ ഒരു എന്നാ പറയുന്നത് പെർഫോമർ എന്ന രീതിക്ക് ഒരു ചേഞ്ച് ആയിട്ട് അതെ ആകട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി. പിന്നെ നമുക്ക് സ്മാക്ക് ഡൗണിനകത്ത് US ചാമ്പ്യൻഷിപ്പിന്റെ ഇതുണ്ടായിരുന്നു. സാമി ന്യൂലി ക്രൗണ്ട് ചാമ്പ്യൻ ആയിട്ട് വരാൻ വേണ്ടി പോയപ്പോഴത്തേന് ട്രിക്ക് ആദ്യം വന്നു. അപ്പോൾ ട്രിക്ക് അന്നേരം നമ്മൾ കാർമെലോയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കാർമെലോയും സാമിയായിട്ട് ഒരു റീമാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റീമാച്ചിൽ ആക്ച്വലി നമുക്ക് മനസ്സിലായി സാമിയാണ് വിക്ടറീസ് ആയത്. പക്ഷെ സാമി എന്തൊരു ഡെസ്പറേറ്റ് ആയിട്ടാണ് അത് ജയിച്ചത് എന്ന് മനസ്സിലാവും. കേറണം എന്നുള്ള ആ ഒരു കഥയല്ലേ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അത് നല്ലതാണ്, നൈസാ. പക്ഷെ ആൾക്കാർ ഭയങ്കര സീനായിരുന്നു. അതായത് ഒത്തിരി റെസ്ലിംഗ് കമ്മ്യൂണിറ്റി ഒട്ടും പിടിച്ചില്ല സാമി സെയിൻ ഇപ്പൊ ചാമ്പ്യൻ. കാരണം കാർമെലോ ഹേസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ കാർമെലോ ഹേസ് ഇത്രയോ നാളും വന്നേച്ച അവസാനം റെസ്ലിമേനിയ മാച്ച് ഇല്ലാതായിപ്പോയി. അങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കട്ട കമന്റടിയും ഡിസ്ലൈക്ക് വരുന്നു. ആ ബോൾഡ് ഫ്രോഡ് ഫയർ ട്രിപ്പിൾ എച്ച് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യാമ്പയിൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു നല്ല ഇതായിരുന്നു മെലോയ്ക്ക്. ഇപ്പം ഞാനും മെലോയുടെ സപ്പോർട്ടറാണ്. കാരണം മെലോ ഇപ്പൊ അത്രയും കയറി നിൽക്കും. ഈവൻ ഞാൻ വേറൊന്നുമല്ല, ഇപ്പൊ എങ്ങനെ ട്രിക്കി ഇതിൽ വന്നു എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ട്രിക്കിന് എന്തെങ്കിലും ഒരു മാച്ച് കൊടുക്കണ്ടായിരുന്നു ട്രിക്ക് കാരണമെങ്കിൽ. അങ്ങനെ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഫെയർ ആയിട്ട് നോക്കായിരുന്നു. ഒരു ഇതായിട്ട് പോകാറുണ്ട്. ഇപ്പൊ ട്രിക്കിന് ഇപ്പം എങ്ങനെ കയറി എന്നുള്ള രീതിയിൽ വരാം. അവർക്കൊരു ടൂർണമെന്റ് പോവോ അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ നൈസ് ആയിരുന്നേനെ. അപ്പം ഇതിപ്പം കൂട്ടി കിട്ടിയ പോലെ ആയിപ്പോയി. അപ്പൊ ആ ട്രിക്ക് അവിടെയുണ്ട്, സാമി സെയിൻ ഇവിടെയുണ്ട്. എന്നാൽ അവന് ഇവർക്ക് ഒരു മാച്ച് ആയിട്ട് കൊടുക്കാം. അത് മാച്ചായിട്ട് ഇവർക്ക് തന്നെ ഫേസ് ചെയ്താൽ മതിയായിരുന്നു. റെസ്ൽമേനിയ അവർക്ക് ഫേസ് ചെയ്താൽ മതിയായിരുന്നു. ഈ US ടൈറ്റിലിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ, ഇനിയിപ്പം ബാക്ക്ലാഷ് കാരണം ഇനിയിപ്പോ ഇതൊരു ട്രിപ്പിൾ ത്രെട്ട് ആക്കോ എല്ലാം കൂടെ. പക്ഷെ അങ്ങനെ ആകാൻ വഴിയില്ല. കാരണം എന്തുമാത്രം കണ്ടമാനം ട്രിപ്പിൾ ത്രെട്ട് ആയി. ട്രിപ്പിൾ ത്രെട്ട് ആകാൻ വകുപ്പില്ല. കാരണം അതിനു വേണ്ടി തന്നെയല്ലേ എങ്ങനെ ഒരു മാച്ച് ചെയ്ത് റീമാച്ച് ചെയ്തത്. അതെ അത് കാരണം ഇപ്പം അറിയത്തില്ല. പക്ഷെ ആർക്കറിയാം ഇനിയിപ്പം കാർമെലോയ്ക്ക് അത് കഴിഞ്ഞ് ഒരു പുഷ് വരുമായിരിക്കാം. അതൊക്കെ ചുമ്മാ അലമ്പ് കേസാണ് ഇത്. ഇപ്പം ഈ ട്രിക്കിനും സാമിക്കും ഒരു മാച്ച് വേണം. ഇപ്പം നീ പറഞ്ഞ പോലെ ചാമ്പ്യൻഷിപ്പ് വേണ്ട ഒരു കാര്യമില്ല. അതിന് പകരം കാർമെലോ വേറെ ആരെങ്കിലും ചാലഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ പിക്ചർ വേണ്ട. ഇപ്പൊ കാർമെലോയ്ക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. കാർമെലോയുടെ ഓപ്പൺ ചലഞ്ച് ആരിലും സർപ്രൈസ് ആയിട്ട് ആരിലും അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആരിലും വന്ന് ചലഞ്ച് ചെയ്യുക. അങ്ങനെ ഒരു സെറ്റപ്പ് റെസ്ൽമേനിയ കൊണ്ടുവരുന്നത് അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യത്തെ റെസ്ൽമേനിയയുടെ ബിൽഡപ്പ് അതാ ഏറ്റവും വലിയ അലമ്പാന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്റ്റോറി ലൈൻ എല്ലാം അവർ മുഴുവൻ മിക്സ് ചെയ്തു. കാരണം പരിക്കൊന്ന്, പക്ഷെ അതിന്റെ കൂടെ തന്നെ മെയിൻ ഈ മിഡ് കാർഡ് ടൈറ്റിൽസിന്റെ ഫ്യൂഡെല്ലാം ചുമ്മാ. ഇപ്പം ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ ഇപ്പം എൻ്റെ ഈയിടല്ലേ എടുത്തത്. ഈ റെസ്ൽമേനിയ സീസൺ തുടങ്ങിക്കഴിഞ്ഞു, റോയൽ റംബിൾ കഴിഞ്ഞ് എത്ര ടൈറ്റിൽ ചേഞ്ച് ആയി ഇപ്പം തന്നെ. എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ്, ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ്, ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, WWE ചാമ്പ്യൻഷിപ്പ്, ഈ എല്ലാ ചാമ്പ്യൻഷിപ്പും കൈമാറി ഓൾറെഡി. അത് സ്റ്റോറി ലൈൻ പിന്നെ കൂടിയാണ് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നത്. ഇപ്പൊ 2 ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാറി. ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എന്താണ് റെസ്ൽമേനിയയിൽ രണ്ടും ഡിഫെൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ ഇതിപ്പം എന്താ നടക്കാൻ പോകുന്നത്? ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ഡെഫിനേഷൻ ഇല്ലാതായി പോയി നിൽക്കുന്നു ഇപ്പൊ. വുമൻസ് ഇന്റർകോണ്ടിനൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് അതും എനിക്ക് തോന്നുന്നില്ല ഡിഫെൻഡ് ചെയ്യുന്നു. ജൂലിയക്ക് ആരും ഇല്ലെന്ന് തോന്നുന്നു ചാലഞ്ചർ. ഇപ്പൊ ചെൽസി ഗ്രീൻ ഓൾറെഡി ഇഞ്ചേർഡാ. അതിന്റെ കൂടെ ഇപ്പൊ ആരുമില്ല. എനിക്കറിയാമല്ലോ ഇതിപ്പം അവരുടെ ഈ വുമൻസിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വുമൻസ് കാർഡ് ഭയങ്കര അലമ്പായി പോയി. ബെക്കിക്ക് ഒബ്വിയസ്ലി ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പം എന്നാ പറയുന്നത് ഫേറ്റൽ ഫോർവേറ്റ് ആക്ടിങ് ചാമ്പ്യൻഷിപ്പും ഉണ്ട്. ബെക്കി, ലൈറ, നിക്കി ബെല്ല, ബ്രീബെല്ല, പിന്നെ ഷാർലറ്റ്, അലക്സ, ഇവര് ചാമ്പ്യൻസ്. ഇവരുടെ അതല്ലാതെ വിമൻസിന്റെ അതിനകത്ത് അത് ഒത്തിരി അഫക്ട് ചെയ്തു. അതെ അതിപ്പം അതേ മാത്രമേ ഉള്ളൂ ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഇത് അത്യാവശ്യം പോകുന്നുണ്ട്. സ്റ്റെഫനിയും ലിബു ആയിട്ടുള്ളത്. മറ്റേത് പിന്നെയും നമുക്കറിയാം, നമ്മളതിനെ കുറിച്ച് പറയണ്ട. പിന്നെ പറഞ്ഞു പോകുന്നു ഇവിടെ ഇതുമായിട്ട് റിയ റിപ്ലിയും മിച്ചിനുമായിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഇയോസ്കൈ റിയയെ രക്ഷിക്കാൻ വേണ്ടി എത്തി. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെ ആയിരുന്നു. ഏത് വീക്കിലാണ് വരുന്നതെന്നും അറിയാമായിരുന്നു.
അത് അതിനകത്ത് ഈ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയ റിപ്ലി ഇയോട് ബൈ ഒക്കെ പറഞ്ഞ് സ്മാക്ഡൗണിലോട്ട് പോയതാ. ഞാൻ അവളെ ചലഞ്ച് ചെയ്യാൻ പോവാന്നുള്ള രീതി. എനിക്കറിയത്തില്ല, സ്ക്രാമ്പിൾഡാ എവിടെ നിന്നൊക്കെയാ സ്റ്റോറി ലൈൻ പൊങ്ങുന്നതെന്ന്. ചുമ്മാ ഒരു ഫിക്സ് എല്ലാ ട്രിപ്പിൾ എച്ചിന്റെ ഇത് പറഞ്ഞപ്പോൾ ലോങ് ടേം സ്റ്റോറി ലൈൻ ആളിയാൻ എല്ലാത്തിനും സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഫ്യൂഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ലോങ് ടേം സ്റ്റോറി ലൈനും അതിനകത്തുണ്ടെന്ന്. അതെ, ഇതിപ്പോ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ സാധനം തന്നെ, മറ്റേ ചേരുമ്പടി ചേർക്കുക, മിച്ചമുള്ളവരെല്ലാം അങ്ങോട്ട് എടുത്തിടുക. കാരണം റിയയൊക്കെ ഓൾറെഡി അഡ്വർടൈസ് ചെയ്ത് പോയി, ഇയോയെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇയോയെ മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഒന്ന് ആലോചിക്കുക, ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇയോയ്ക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റെസൽമേനിയ മാച്ച് ഇല്ല. നമ്മൾ പറയല്ല, ഇവരെല്ലാം ടൗട്ട് ചെയ്യുന്നൊരു സാധനം ഇയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇപ്പോഴത്തെ വിമൻ റെസ്ലേഴ്സ്. ആ പുള്ളിക്കാരിക്ക് റെസൽമേനിയ ഒരു മാച്ച് ഇല്ല, അല്ല ഒരു സെഗ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കും. അതായത് ഇപ്പൊ റിയയുടെ കോർണർ നിൽക്കാനായിരിക്കും അത്രയോളം കാണത്തുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ റോമന്റെ സിഎം പങ്കിന്റെ അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ എന്നാ പറയുന്നത്, നമ്മള് ഇനി റെസൽമേനിലോട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റ്, റോമൻ പങ്കിന്റെ സ്റ്റോറി ലൈൻ. അത് നൈസായിരുന്നു. റോയിലെ സെഗ്മെന്റ് അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു എനിക്ക്. അതെ, നൈസായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സിഎം പങ്കിനെ എടുത്തിട്ടു, പ്രാവശ്യം നേരെ തിരിച്ചെടുത്തിട്ടു അല്ലേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അത് കൊള്ളാം. സംഗതി അങ്ങോട്ട് കട്ടക്ക് നിൽക്കുന്നു എന്നുള്ള ഒരു കാണിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റേതിനകത്ത് നോക്കിയാൽ കോടിയെ എല്ലാ ആഴ്ചയും വന്ന് പുതുക്കുന്നു, വരുന്നവരും പോകുന്നവരും വന്ന് തല്ലിട്ടു. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോളെ തന്നെ. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് ഫേസ് ആണോ ഹീലാണോ അല്ല, രണ്ടുപേർക്കും. അതുകൊണ്ട് രണ്ടുപേരും ആ രീതി നിന്നേ പറ്റൂ, കട്ടക്ക് നിന്നേ പറ്റൂ. ഇപ്പോൾ കോടി റാണ്ടിയുടെ ഫ്യൂഡിൽ റാണ്ടി ഇപ്പോൾ ഹീലാകുമ്പം കോടിയെ നമ്പേഴ്സ് ഗെയിമിൽ കോടിയെ ചതിച്ചുകൊണ്ട് അല്ലെ കോടിയെ ഒതുക്കാനായിട്ട് അവർക്ക് പറ്റുന്നു. ആ ഒരു കഥ ഇപ്പം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് റെസൽമേനിയയിൽ എന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം റാണ്ടിയിലാണ് ഇപ്പോഴും എല്ലാവരുടെയും സപ്പോർട്ട്. ഇപ്പം റാണ്ടിയെ ആ രീതി കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്കാർ റാണ്ടി വരുമ്പോഴായിരിക്കും ചിയർ ചെയ്യുന്നത്. അപ്പം എപ്പോഴും കോടി ഇപ്പം അവരുടെ മൈൻഡ് സെറ്റ് പറഞ്ഞാൽ കോടിയെ അടിമേടിച്ചു, അവൻ എപ്പോഴും അടിമേടിക്കുന്നു എന്നുള്ളൊരു ഇമോഷണൽ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് കോടിയെ പെട്ടെന്ന് കോടി എന്നുള്ള രീതിയിൽ ആ ഒരു എന്നാ പറയുന്നത് ആൾക്കാർ ചിയർ ചെയ്തുകൊണ്ട് വരുന്നത് എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതിപ്പോ എത്ര റെപ്പറ്റേറ്റീവ് ആയിട്ട് പോകുന്നു. ഇപ്പൊ 2023 ഇവരുമായിട്ട് നമ്മുടെ ബ്ലഡ് ലൈനുമായിട്ട് കിട്ടുന്നു, ഇന്നും പൊതുക്കി അടുത്ത വർഷം റോക്ക് തല്ലി പൊട്ടിക്കുന്നു അല്ലേ. നമുക്കറിയാം റെസ്ലിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു നല്ലവനും ഒരു ചതിയനുമായിട്ടുള്ള സ്റ്റോറി അല്ലെ, അങ്ങനെയാണ് എപ്പോഴും വരേണ്ടത്. അതിപ്പോൾ സിനിമയിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പം പക്ഷേങ്കിൽ ഇത് ഒരേ പാറ്റേൺ വന്നു കഴിയുമ്പോഴാണ് എല്ലാവർക്കും മടുപ്പിടിക്കുന്നത്. ഇത് എല്ലാവരും അത് ഇന്റർഫിയർ ചെയ്യുന്നു, കോടി എടുത്തിട്ട് അടിക്കുന്നു, കോടി അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു വരുന്നു. ഇത് തന്നെ പിന്നെയും ഇപ്പം പണ്ട് ജോൺസീനെ നമ്മൾ പറയാം, ഇവന്റെ എല്ലാ സ്റ്റോറി ലൈനും ഇങ്ങനെ ഇവൻ ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത് ഇത്രയും ചാമ്പ്യൻഷിപ്പ് എടുത്ത് അവൻ്റെ സ്റ്റോറി ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര മോട്ടിവേഷനായിട്ട് സ്പീച്ച് ചെയ്യും, അവസാനം എല്ലാം തകർത്ത് അവൻ ജയിക്കും. അങ്ങനെയാണ് സെറ്റപ്പ് ഒക്കെ വേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കോടിയുടെ സ്റ്റോറി ലൈൻ പോകുന്നത് എന്തെങ്കിലും ഒരു മാറ്റം വന്നില്ല, അവസാനം ആൾക്കാർ പെട്ടെന്ന് മടുക്കും. കോടിയുടെ അതാണിപ്പോൾ കാണുന്നത്, കോടിക്കെതിരെ തിരിയാൻ തുടങ്ങി, പോകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് അവർ ഈ ജോൺസീന എസ്ക് സ്റ്റൈലാണ് ഇപ്പോൾ കോടിയെ കൊണ്ടുപോകുന്നത്. അവനാണ് ഫേസ്, അവനാണ് എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം. അപ്പം അതിനനുസരിച്ച് ആ രീതിയിൽ തന്നെയാണ് കോടിയെ അവർ കണ്ടേക്കുന്നത്. അതെ, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ മടുത്തു, ഇപ്പം തന്നെ കോടി മടുത്തു. നമുക്ക് കോടി എന്നാണെങ്കിൽ ഇപ്പൊ ചാമ്പ്യൻഷിപ്പിൽ കുറച്ച് നാൾ വേണ്ടെന്നുള്ള ഒരു ഇത് തന്നെയാണ്. അതെ, പിന്നെ 3 വർഷത്തോളം ആയില്ലേ. ഇപ്പം ഹാട്രിക് ഓഫ് മെയിൻ ഇവന്റ്സ് ആയില്ലേ. 3 ആണോ 4 ആണോ അന്നപ്പോ തൊട്ട് മെയിൻ ഇവന്റിലുണ്ട്. ഇപ്പം ഈവൻ ഫസ്റ്റ് ഇപ്പൊ 2022 സെത്തുമായിട്ടുള്ള ഒരു ഇത് ചലഞ്ചാണ്. അതും മെയിൻ ഇവന്റ് ആയിരുന്നല്ലോ. അത് ഡേ 1 മെയിൻ ഇവന്റ് ആയിരുന്നു ഐ ഗസ്. എന്നാണേലും കുറച്ച് മാറ്റി നിൽക്കുന്നത് നല്ലതാണ്. എപ്പോഴാണേലും ഇങ്ങനെ എല്ലാവരുടെയും വായിക്കാത്തോട്ട് ഇത് കുത്തിക്കയറ്റി വിട്ട് കഴിയുമ്പോൾ അവസാനം എല്ലാവരും മടുക്കും. അതെ, ഒന്ന് മാറി ഇതാവേണ്ട സമയം ആയി, പ്രത്യേകിച്ച് ഇപ്പം. പക്ഷെ അത് പാറ്റ് മാക്കഫെ കൊണ്ട് വെച്ചതിൽ നമുക്കുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷെ റാൻഡി ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതെ, അത് അങ്ങനെ പ്രതീക്ഷിക്കാം, അതായിരിക്കും നല്ലത്. ഇപ്പൊ 15 ടൈം ചാമ്പ്യൻ ആകുന്നതാണ് അവന്റെ മെയിൻ. അതിപ്പോ ഒരു റെസ്ൽമേനിയയിൽ അവന് കൊടുക്കുന്ന മൊമെന്റ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ജോൺസീനയുടെ ഫ്യൂഡുകളിൽ അല്ലെങ്കിൽ ജോൺസീനയുടെ ടൈമിലാണെങ്കിലും റെസൽമേനിയയിൽ ഒരു നല്ലൊരു സെഗ്മെന്റ് റാണ്ടിക്ക് അങ്ങനെ ഒത്തിരി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് കൊണ്ടുവന്ന് വേണം സെറ്റ് ചെയ്യാം. അപ്പം ഇനി വെറും 2 ആഴ്ചകളെ നമുക്ക് ഇനിയും റെസൽമേനിയയ്ക്ക് ഉള്ളൂ. April 18 April 19 ആണ് റെസൽമേനിയ. നമുക്ക് ഫ്യൂ വീക്സിനുള്ളിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു നമുക്ക് കണ്ടറിയാം. വരുന്ന ആഴ്ചകളിൽ
ആഴ്ചകളിൽ കൂടുതൽ അപ്ഡേറ്റും കൂടുതൽ ന്യൂസും കൂടുതൽ പ്രൊഡിക്ഷൻസുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വിത്ത് അവർ റെസ്ലിംഗ് അനലിസ്റ്റ്.